ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും കുക്കറിൽ നമുക്ക് ചോറുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കാം. അരി കഴുകി കുക്കറിൻ്റെ ഇവിടം വരെയും വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. ഇത്രയധികം കൂടുതൽ വെള്ളം നിറച്ചൊഴിക്കരുത്. ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം കുക്കർ വെയിറ്റ് ഇട്ട് മൂടി വെക്കുക. കുക്കറും വെയിറ്റിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് 3 വിസിൽ, ഫുൾ ഫ്ലെയിമിൽ 3 വിസിൽ അടിക്കണം കേട്ടോ. നമ്മുടെ കുക്കർ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. ചോറ് 3 വിസിൽ അടിച്ചതിന് ശേഷം 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്യാം. സ്ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തുളയുള്ള പാത്രത്തിലേക്ക് ചോറ് ഊറ്റാൻ പോവാണേ. അപ്പം ഞാൻ ഈ തുളയുള്ള പാത്രത്തിലേക്ക് ചോറ് ഊറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഈ ചോറിന് ഇച്ചിരി കുറച്ച് സ്റ്റാർച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും തിളപ്പിച്ച് വേറൊരു പാത്രത്തിൽ വെള്ളം വെക്കണം. ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഊറ്റിയ ചോറിൻ്റെ മേളിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അന്നേരം ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പാകത്തിന് വെന്ത പെർഫെക്റ്റ് ചോറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ചോറ് കുക്കറിൽ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. വെറും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കുക്കറിൽ. ഇത് കണ്ടോ, നമ്മൾ ചോറ് വെച്ച് വാർക്കുന്നേക്കാൾ എത്ര നല്ല ചോറാണെന്ന് നോക്കിക്കേ. ഇത് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.